പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബസ വിജിൻ മേരെ. വെൽക്കം ബാക്ക് ടു കാത്തലിക് ബി. ഞാൻ ആഷിക് ജോയ്. ഇന്ന് കരുണയുടെ അവസാന മണിക്കൂറിലെ 42ാമത്തെ സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഞാനിതിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് വായിച്ചു പോകുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in calis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum da nobis hodie, et dimite nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. അന്തിമ മുന്നറിയിപ്പ്, അവസാന മുന്നറിയിപ്പ് ഇങ്ങനെയായിരിക്കും. ഈ മുന്നറിയിപ്പ് ലോകമെങ്ങുമുള്ള സകല മനുഷ്യരും ഒരേ സമയം കാണുകയും അനുഭവിക്കുകയും ചെയ്യും. നിങ്ങൾ എവിടെയാണെന്നതോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നോ പ്രസക്തമല്ല. ഇത് കൊഞ്ചിതയുടെ പുസ്തകത്തിൽ കൊഞ്ചിത വ്യക്തമായി പറയുന്നുണ്ട്. കൊഞ്ചിതയുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഏത് സിറ്റുവേഷനാണെങ്കിലും റൂമിൻ്റെ അകത്ത് കിടക്കുന്ന വ്യക്തിയാണെങ്കിലും കിടപ്പ് രോഗിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇല്ലുമിനേഷൻ ഓഫ് കോൺഷ്യസ്നസ്. നമ്മുടെ നന്മ തിന്മ തിരിച്ചറിയാൻ നമ്മൾ തുടങ്ങിയ പ്രായം മുതൽ ആ നിമിഷം വരെ നമ്മൾ ചെയ്തിട്ടുള്ള സകല പാപങ്ങളും നമ്മൾ കാണും എന്നുള്ളതാണ്. ആർക്കും ഒഴിവാക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഭയാനകമായ ഒരു അനുഭവമായിരിക്കും അത്. നിങ്ങളുടെ ദേഹം ദഹിച്ചു പോകാത്തതും അതേസമയം തന്നെ നിങ്ങൾ ശരീരത്തിലും ആന്തരികമായും അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന അഗ്നിയായിരിക്കും അത്. ഈ മെസ്സേജസിൽ ഗർഭന്താൽ മെസ്സേജസിൽ പറയുന്നുണ്ട്, ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ട ആത്മാക്കളാണ് നമ്മളെങ്കിൽ മുന്നറിയിപ്പ് സംഭവിക്കുന്ന ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ തീയുടെ ചൂട് നമ്മൾ അനുഭവിക്കും എന്നുള്ളത്. അപ്പോൾ ഈശോ പറയുകയാണ്, ആർക്കും ഒഴിവാക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഭയാനകമായ ഒരു അനുഭവമായിരിക്കും അത്. നിങ്ങളുടെ ദേഹം ദഹിച്ചു പോകാത്തതും അതേസമയം തന്നെ നിങ്ങൾ ശരീരത്തിലും ആന്തരികമായും അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന അഗ്നിയായിരിക്കും ഇത്. ഇതേ സമയത്താണ് രണ്ടാം പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാകുന്നതെന്നും ചില മെസ്സേജുകളിൽ പറയുന്നുണ്ട്. ഈ സമയത്ത് ഈ അനുഭവിക്കുന്ന ആൾക്കാരുടെ മുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങി വരുന്നൊരു അനുഭവം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. മനുഷ്യർ ഭയം കൊണ്ടും മരിക്കും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. മനുഷ്യർ ഭയം കൊണ്ട് മരിക്കും. മുന്നറിയിപ്പ് സംഭവിക്കുന്നത് കൊണ്ടല്ല മരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവർ ഈ ഒരു സംഭവത്തിനായിട്ട് പ്രിപ്പയർഡ് അല്ലാത്തത് കൊണ്ടാണ് മരിക്കുന്നത്. കൊഞ്ചിത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവർ ഷോക്കായിട്ട് ചിലർ മരിക്കും. അത് ഭൂരിഭാഗവും മാരകപാപത്തിൽ ജീവിക്കുന്നവരാവാനാണ് സാധ്യത. അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്ത് ചെയ്യണം? ഈ മുന്നറിയിപ്പ്, ഈ അല്ലെങ്കിൽ ഗർഭന്താൽ സന്ദേശങ്ങൾ അനേകരിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതിനാണ് കാത്തലിക് വർക്കർ ബിയുടെ ഭാഗത്ത് നിന്ന് നമ്മളൊരു പുസ്തകമായിട്ട് ഈ മെസ്സേജസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു പുസ്തകം നമ്മൾ ഇറക്കിയത്. കാരണം ഇത് അറിഞ്ഞില്ല എന്ന കാരണം കൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കരുത്. അപ്പോൾ മുന്നറിയിപ്പിന് സമയത്ത് അവർ ചെയ്ത പാവങ്ങൾ അവർ തന്നെ കണ്ട് ഹൃദയാഘാതം വന്നിട്ടാണ് ഷോക്കായിട്ടാണ് പലരും മരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. മാരകപാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി, അറ്റ്ലീസ്റ്റ് അവർ മരിക്കുന്നതിന് മുൻപ് അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ മരിക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കരുണക്കൊന്ത ചൊല്ലിയിട്ട് പ്രത്യേകമായിട്ട് ഈ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ ഈ സന്ദേശങ്ങൾ നമ്മൾ പറയണം. പലരും എനിക്ക് മെസ്സേജ് പറയാറുണ്ട്, ഇത് പറയുമ്പോൾ ആളുകൾ കളിയാക്കുന്നു. ഒരു കുഴപ്പമില്ല, കളിയാക്കട്ടെ, എന്നാൽ അവരുടെ മൈൻഡിൽ നിൽക്കത്തുള്ളൂ. കാരണം ഈ സംഭവം നടന്നു കഴിഞ്ഞ് ന്യൂസിൽ വരും, ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊക്കെ തോന്നലാണ്, ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല, ആകാശത്തിൽ കുരിശ് ദൃശ്യമായിട്ടില്ല, നമ്മുടെ പാപങ്ങളൊക്കെ കണ്ടത് ഒരു ഹാലൂസിനേഷൻ കാരണമാണെന്നൊക്കെ അന്ത്യചർച്ചയിൽ നമ്മൾ കേൾക്കും. ഈ സമയത്ത് നമ്മളെ കളിയാക്കിയ ആളുകൾ ഓർക്കും, ചേട്ടാ ഇതിവൻ നേരത്തെ പറഞ്ഞതാണല്ലോ, ഇവൻ ഇത് നേരത്തെ പറഞ്ഞ് സംഭവിച്ചൊരു കാര്യമാണ്, അല്ലാതെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതല്ല. അതുകൊണ്ടാണ് ഗർഭന്താൽ സന്ദേശങ്ങളുടെ ഒരു പുസ്തകം, അറ്റ്ലീസ്റ്റ് ആ പുസ്തകം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഈ പ്രധാനപ്പെട്ട ഭാഗം ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ അവർക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കണം. എന്നിട്ട് അത് സ്റ്റാർ ചെയ്ത് വെക്കണം. നിങ്ങളത് സ്റ്റാർ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. എന്നിട്ട് ഇത് നടന്നു കഴിയുമ്പോൾ നിങ്ങൾ പറയണം, ഇത് ഞാൻ നേരത്തെ അറിയിച്ചതാണ്. ഞാനിത് എത്രയോ പേരോട് ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ,
1 വർഷം കഴിഞ്ഞിട്ടൊക്കെ അവരോട് ഇത് പറയുമ്പോൾ ഇവർക്ക് ഞാനിത് മുൻപ് പറഞ്ഞ കാര്യം ഇവർക്ക് ഓർമ്മയേ ഇല്ല. ഇങ്ങനെ ഒരു സംഭവമേ ഓർമ്മയില്ല. വളരെ ചുരുക്കം പേര് മാത്രമേ അന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവർക്ക് വ്യക്തതയില്ല. അപ്പോൾ സാത്താൻ ഈ വിത്ത് എടുത്ത് കളയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള തെളിവെന്ന് പറഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഈ മെസ്സേജസും നമ്മൾ കൊടുക്കുന്ന ഈ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളാണ്. കാരണം അതെന്തായാലും അവിടെ കിടപ്പുണ്ടാവുമല്ലോ. അപ്പം ഇത് സംഭവിച്ചിട്ടേ ഇല്ല എന്ന് നാളെ വാർത്താ മാധ്യമങ്ങൾ പറയുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ള തെളിവാണിത്. ഇത് സംഭവിക്കുമെന്ന് നമ്മൾ നേരത്തെ പല രീതിയിലും നിങ്ങൾക്ക് വാർണിംഗ് തന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ കളിയാക്കുന്നവർക്ക് കളിയാക്കട്ടെ. നാളെ തിരിച്ചവർ നിങ്ങളുടെ ഓരോ വാക്കിന് വില കൽപ്പിക്കുന്നൊരു ദിവസം വരും. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വായിക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റിയിലേ അല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ആ ലെവലിലാണ് മുന്നറിയിപ്പിന് ശേഷം ആൾക്കാർ പെരുമാറാൻ പോകുന്നത്, അല്ലെങ്കിൽ മുന്നറിയിപ്പ് സംഭവിക്കുമ്പോൾ അനുഭവപ്പെടാൻ പോകുന്നത്. അവർ തങ്ങളുടെ വഴി തിരുത്തി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മാത്രമാണ് ശിക്ഷ അയക്കപ്പെടുക. ഇത് ഗർഭന്താൾ മെസ്സേജസിലെ സെക്കൻഡ് പാർട്ടാണ്. അതായത് വാർണിംഗ് സംഭവിച്ചു കഴിഞ്ഞ് ആളുകൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ആൾക്കാരുടെ മാനസാന്തരത്തിന് അളവ് നോക്കി എന്നിട്ടായിരിക്കും ദൈവം ചാസ്റ്റൈസ്മെൻറ്റുകൾ, ശിക്ഷകൾ അയക്കുക. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തിലെ 21 ശിക്ഷകൾ ഭൂമിയിലോട്ട് വരുന്നത്. നമ്മൾ വായിക്കുന്നില്ലേ, 7 മുദ്രകൾ, 7 ചഷകങ്ങൾ, 7 കാഹളങ്ങൾ, 7 × 3 21. അപ്പോൾ 21 ശിക്ഷകൾ ആണ് പിന്നീട് സംഭവിക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ ഇതുവരെ ലോകത്ത് സംഭവിച്ചതും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന വെളിപാട് പുസ്തകത്തിലെ ശിക്ഷകളെ വെച്ച് നോക്കുമ്പോൾ ഒരു ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നതൊക്കെ ഒരു ഉറുമ്പിനോട് നമുക്ക് ഉപമിക്കാം, ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു ആനയോട് ഉപമിക്കാം. അത്രയും വ്യത്യാസമുണ്ട്. ഇതൊക്കെ ചെറിയ ചാസ്റ്റൈസ്മെൻറ്റുകളാണ്, ശിക്ഷാവിധികളാണ്. ദൈവത്തിൻ്റെ മഹാകാരുണ. അതായത് പലപ്പോഴും ഞാൻ കുഞ്ഞിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവത്തെ തന്നെ സ്വയം വെളിപ്പെടുത്തിയ പോരെ, നമ്മൾ ഈ എല്ലാവരോടും യേശുവിനെ പറ്റി പറയുന്നതിന് നല്ലത് ദൈവത്തെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പണി കഴിഞ്ഞില്ലേ. അപ്പോൾ അവസാന കാലത്ത് ഈശോയുടെ 2ാം വരവിന് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മുന്നറിയിപ്പ് സംഭവിക്കുമ്പോൾ ദൈവം ഇതാണ് ചെയ്യുന്നത്. ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്, എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്, ശുദ്ധീകരണ സ്ഥലമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, നിങ്ങൾ ജീവിതം തിരുത്തണം. ഇത്രയും ദൈവം ചെയ്തിട്ടും ഈ മുന്നറിയിപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും മനുഷ്യർ പഴയ അവസ്ഥയിലാവും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പം കരുണയുടെ കാലഘട്ടം കഴിയുമായിരിക്കും. പിന്നീട് ശിക്ഷാവിധികളായിരിക്കും. അത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ശിക്ഷാവിധികളായിരിക്കും. അത് ഈ മെസ്സേജസിലൊക്കെ നിരന്തരം പറയുന്നുണ്ട്. 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഭൂചലനം, കോണ്ടിനെൻ്റൽ ഷിഫ്റ്റുകൾ, പോളാർ ഷിഫ്റ്റുകൾ. ഇപ്പം തന്നെ കാന്തിക ഈ മാഗ്നറ്റിക് ഫീൽഡ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെത്. അതുപോലെ 8 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന ഭൂചലനം, പിന്നെ ഭൂമിക്കടിയിൽ നിന്നും ലാവകൾ പൊട്ടി പുറത്തോട്ടേക്ക് വരുന്നു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഭൂമിക്ക് നഷ്ടപ്പെടുന്നു, ഭൂമിയുടെ ഓർബിറ്റ് പുതുവായിട്ട് കറങ്ങുന്ന ഓർബിറ്റിൽ നിന്ന് തെന്നി മാറി കറങ്ങുന്നു. ഈ രീതിയിലുള്ള, പിന്നെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുന്നത്, ഇങ്ങനെ 21 ശിക്ഷകൾ നമുക്ക് കാണാം. ഈ കർണാടക അവസാന മണിക്കൂർ 2ാം ഭാഗത്ത് അവസാനത്തെ 7 മഹാമാരികളെ പറ്റി, ശിക്ഷകളെ പറ്റി പറയുന്നുണ്ട്. ഏതൊക്കെയായിരിക്കും? വലിയ സൈസിലുള്ള ഹെയിൽ സ്റ്റോൺസ്, ഈ ആലിപ്പഴ വർഷം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ മുന്നറിയിപ്പ് കഴിഞ്ഞിട്ട് എത്ര പേര് മാനസാന്തരപ്പെട്ടു എന്ന് നോക്കിയിട്ട് ദൈവം അയക്കുന്നതാണ്. അത് കണ്ടീഷണലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മെസ്സേജസ് ആൾക്കാരിലോട്ട് എത്തിക്കണമെന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇത് എല്ലാവരോടും നന്മയിൽ ജീവിക്കാനുള്ളൊരു ആഹ്വാനമാണ്. ദൈവത്തിൻ്റെ പാനപാത്രം ഇപ്പോഴേ നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ നന്മയിൽ ജീവിക്കുന്നില്ലെങ്കിൽ ശിക്ഷ നിങ്ങളുടെ മേൽ പതിക്കും. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളത് അനുഭവിക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ്റെ മനസ്സ് മാറുന്നില്ല. അവർ തങ്ങളുടെ പാപങ്ങളിൽ തന്നെ തുടരുന്നു. ലോകം പാപക്ഷമ അർഹിക്കുന്നില്ല. പിന്നെയോ അഗ്നിയും വിനാശവും മരണവുമാണ് അതിനെ കാത്തിരിക്കുന്നത്. മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുന്നില്ലെങ്കിൽ കൂടുതൽ ഭീകരമായ പുതിയ യുദ്ധങ്ങളാൽ ലോകം കീഴ്മേൽ മറിയും. ഈ ഭൂമിയുടെ ഭരണാധികാരി ദേവാലയങ്ങൾ ഇടിച്ചു നിരത്തും, പരിശുദ്ധ കുർബാനയെ അശുദ്ധമാക്കുകയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയൊക്കെ നശിപ്പിക്കുകയും ചെയ്യും.
ദൈവനിഷേധത്തിൻ്റെതായ ഈ യുദ്ധത്തിൽ മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ അനേകം കാര്യങ്ങൾ നശിപ്പിക്കപ്പെടും. കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഇടിമുഴക്കത്തിൻ്റെ അകമ്പടിയോടെ വരുന്ന മിന്നൽ ആകാശത്തിൽ അഗ്നി പടർത്തും. അഗ്നി കൊടുങ്കാറ്റ് ലോകത്തിൻ്റെ മേൽ പതിക്കും. മനുഷ്യ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ഈ ഭയാനകമായ ശിക്ഷ 70 മണിക്കൂർ, അതായത് 3 ദിവസം നീണ്ടു നിൽക്കും. ദൈവവിശ്വാസികളല്ലാത്തവർ അതിൽപ്പെട്ട് നശിക്കും. അനുദപിക്കാതിരുന്നതിനാൽ അനേകർ നഷ്ടപ്പെട്ടു പോകും. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അന്ധകാരത്തിൻ്റെയും അവസ്ഥയുടെയും മണിക്കൂറുകൾ അടുത്തെത്തിയിരിക്കുന്നതിനാൽ എൻ്റെ മക്കളെ, നിശബ്ദനായിരിക്കരുത്. മനുഷ്യർ ദൈവത്തെയും എന്നെയും അതികഠിനമായി വ്രണപ്പെടുത്തുന്നു. ഒരു ദിവസം ചെയ്യപ്പെടുന്ന പാപങ്ങളുടെ എണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾ ഭയവും ദുഃഖവും കൊണ്ട് മരിച്ചു പോകും. ഈ സമയം അതീവ ഗൗരവമുള്ളതാണ്. ലോകം കൂടുതൽ മോശമായി കഴിഞ്ഞതിനാൽ ഇപ്പോൾ തന്നെ അത് താറുമാറായിരിക്കുന്നു. എല്ലാം ഒരു ചരടിലെന്ന പോലെ തൂക്കിയിടപ്പെട്ടിരിക്കുകയാണ്. ആ ചരട് പൊട്ടുമ്പോൾ ദൈവത്തിൻ്റെ നീതി ഒരു വെള്ളിടി പോലെ വന്നു പതിക്കുകയും ശുദ്ധീകരണത്തിൻ്റെ ഭീതിതമായ പ്രയാണം പൂർത്തിയാക്കുകയും ചെയ്യും. ഇതാണ് ചാസ്റ്റൈസ്മെൻറ്റ്. അത് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതാണ്. അത് ദാനിയേൽ പ്രവാചക പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്ത സംഭവങ്ങൾ സംഭവിക്കും എന്നുള്ളത്. അതായത് ആദത്തിൻ്റെ കാലം തൊട്ട് ഈ 2026 നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും മുന്നറിയിപ്പിന് ശേഷം സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് പിന്നെ ഒരു അഭ്യർത്ഥന പറയാനുള്ളത്, ഒരുപാട് പേരിങ്ങനെ വർഷങ്ങളുടെ കണക്ക് പറയുന്നുണ്ട്. ഞാൻ 2033 ഇങ്ങനെ സംഭവിക്കും, 2030 ഇങ്ങനെ സംഭവിക്കും. അങ്ങനെ ഒരിക്കലും നമുക്ക് ദൈവികമായ മെസ്സേജസ് നമുക്ക് കാണുന്നില്ല. ഇപ്പം ഈ കരുണയുടെ അവസാന മണിക്കൂറിൽ തന്നെ ഇനി 5 വർഷം കൂടിയുള്ളൂ ഒരുങ്ങാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുങ്ങാനാണ്. നമുക്കറിയത്തില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഒരുങ്ങാൻ എന്ന് നമുക്കറിയത്തില്ല. ഒരുങ്ങിയിരിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതും എന്തെങ്കിലും പെർട്ടിക്കുലർ സംഭവം ഇന്ന വർഷം സംഭവിക്കും എന്ന് പറഞ്ഞിട്ടല്ല. അപ്പോൾ അത് നമ്മളെപ്പോഴും ജാഗ്രത പാലിക്കണം. യേശുവിൻ്റെ 2ാം വരവിൻ്റെ ഡേറ്റിനെ പറ്റി പറയുന്നവരെയൊക്കെ നമ്മൾ ജാഗ്രത പുലർത്തണം. അങ്ങനെയൊന്നും ഈ സ്വർഗം പോലും മെസ്സേജസിൽ വെളിപ്പെടുത്തുന്നില്ല. സോ നമ്മൾ അനുമാനിക്കരുത്, ഓക്കെ ഇനി ഇത്ര വർഷം ഇനി ഇങ്ങനെ എന്ന ഒരു അനുമാനം നമ്മൾ കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യത്തില്ല എന്നുള്ളതാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഒരു PSC എക്സാം പോലും എഴുതാത്ത ആൾക്കാരുണ്ട് 2ാം വരവിൻ്റെ കാര്യം പറഞ്ഞിട്ട്. അവർ ഒരു ഹൈ പൊസിഷനിലെത്തണം, യേശുവിനെ മഹത്വപ്പെടുത്തണം, ഇങ്ങനെ ചിന്തയൊന്നും ഇല്ലാതെ പോകുന്ന ആൾക്കാരുണ്ട്. സോ നമ്മൾ അസ്യൂം ചെയ്യരുത്, അത് തമ്പുരാനെ വിട്ടേക്കുക. ഇതൊരു ഇൻഫർമേഷൻ മാത്രമായിട്ട് നിങ്ങളുടെ തലയിൽ സ്റ്റോർ ചെയ്യുക. എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ വ്യക്തിപരമായ യേശുവായിട്ടുള്ള കണ്ടുമുട്ടലിന് വേണ്ടി പ്രിപ്പയർ ആകാം. അതായത് യേശു നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോകാൻ ഇരിക്കുന്ന ആ ദിവസത്തിന് വേണ്ടി പ്രിപ്പയർ ആവാം. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും കൃപാപരാവസ്ഥയിലൂടെ രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ എല്ലാ ദിവസവും ഈശോയെ കണ്ടുമുട്ടാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഉറങ്ങാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി 2ാം വരവിന് വേണ്ടി പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു. എന്നിപ്പോൾ സംഭവിക്കുന്നത് ഒരു തരത്തിലുള്ള ജപമാലയില്ല, പ്രാർത്ഥനയില്ല, കുമ്പസാരയില്ല, ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ ഭയങ്കര താല്പര്യമാണ്. 2ാം വരവിൻ്റെ കാര്യവും പറഞ്ഞിട്ട് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ആളുകൾ. അതുകൊണ്ട് അത് തമ്പുരാൻ വിട്ടേക്കുക. നമുക്ക് ഇപ്പം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ. ദൈവം പറയണത് അന്തിമ വാക്ക്. ഇപ്പോൾ ഒരു 500 വർഷം ദൈവം നീട്ടിയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു 100 വർഷത്തേക്ക് ദൈവം കാര്യങ്ങൾ ഞാൻ നീട്ടിയിരിക്കുന്നു, ആളുകൾ മാനസാന്തരപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സോ അതുകൊണ്ട് ഇത് ഇൻഫർമേഷനായിട്ട് നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ സ്വീകരിക്കരുത് എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ സ്വീകരിക്കാതിരിക്കുക. ബാക്കി നമ്മുടെ ലൈഫ് പോട്ടെ, നമ്മുടെ ലൈഫ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. പക്ഷേ വിശുദ്ധമായിട്ട് കൂദാശകൾ സ്വീകരിച്ച് സഭയോട് ചേർന്ന് സഹോദരങ്ങളെ സ്നേഹിച്ച് ദാനധർമ്മം ചെയ്ത് ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ പോട്ടെ. അമിതമായിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം. ജോലി ചെയ്യേണ്ടത് ജോലി ചെയ്യണം. നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഹൈ ലെവലിൽ ജോലികൾ നിങ്ങൾ വാങ്ങിക്കണം, ചെയ്യണം. നമ്മളത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മുടെ ആത്മാവിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാതെ. അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം.